ഓസ്ട്രേലിയയിലെ മെൽബൺ സീറോ മലബാർ രൂപതയുടെ പുതിയ കത്തീഡ്രൽ പള്ളി സഭാതലവൻ മാർ റാഫേൽ തട്ടിൽ കൂദാശ ചെയ്തു. രൂപതയുടെ അന്തസ്സുയർത്തുന്ന അതിമനോഹരമായൊരു ദേവാലയം. അഭിമാനം കൊള്ളുകയല്ലേ ഇതിൽ വേണ്ടത്? എറണാകുളത്തിരുന്നായാലും ഓസ്ട്രേലിയയിലിരുന്നായാലും വത്തിക്കാനിലിരുന്നായാലും ഇന്ന് ക്രിസ്തുവിന്റെ രാജ്യത്തെ തിരുനാൾ കൂടിയാണ്. അതുപോലും ഈ വിമതർക്ക് ഓർമ്മയില്ല. അപ്പോൾ നമ്മുടെ കീരി വിമതന്മാർ ഇവിടെ ഓലപ്പാമ്പിനെ പിടികൂടാൻ ഓടുകയാണ്. എന്നിട്ട് അതും കിട്ടുന്നില്ല. മെൽബണിലെ മദ്ഹബയുടെ ചിത്രം കണ്ട ഓള വിമതർ അതിലും കിടന്ന് തരി പറക്കുകയാണ്. എന്തെങ്കിലും ഒരു കുറ്റമുണ്ടോ എന്നറിയാൻ വേണ്ടി അവർ മദ്ഹബയുടെ ചിത്രം സൂം ചെയ്ത് പലതവണ ഇഴ കീറിയാണ് നോക്കിയത്. അപ്പോൾ ദേ കണ്ടുപിടിച്ചു എവിടെ മദ്ഹബയിൽ ഈശോ മിശിഹയുടെ ക്രൂശിത രൂപമെന്ന്. അതല്ലേ വേണ്ടതെന്ന്, അതല്ലേ ഭാരത സംഹിതയെന്ന്. അതാണ് ഈ ഊളകളുടെ ചോദ്യം. തിരിച്ചുള്ള മറുപടി ഇതാണ്. മെൽബൺ പള്ളിയുടെ മദ്ബഹയിൽ ഈശോയുടെ ചിത്രമുണ്ടല്ലോ. ക്രൂശിത രൂപം മദ്ബഹയിൽ സ്ഥാപിക്കണമെന്ന് ലത്തീൻ സഭയിൽ പോലും നിയമമില്ല. പള്ളികളിൽ ഉപയോഗിക്കുന്ന പ്രതീകങ്ങൾക്കും ചിത്രങ്ങൾക്കും നമ്മൾ തന്നെയാണ് കണ്ണുകൾ കൊണ്ട് കണ്ട് അർത്ഥം കൽപ്പിക്കുന്നത്. ഈശോ മിശിഹായെ കണ്ണുകളിലൂടെയല്ല മനസ്സിനുള്ളിലാണെന്ന് വിമതനെങ്കിലും ഒന്ന് ഓർക്കണം. അപ്പോഴിതാ വിമതന്മാരുടെ അടുത്ത ചോദ്യം അത് ഉത്തരം മുട്ടിക്കൊണ്ടാണ്. പെന്തക്കോസ്ത് പള്ളി കാണിച്ചിട്ട് പറ്റിക്കുന്നോടോ? തീർന്നില്ല. സഭയെ ഇതാ യാക്കോബായ ഓർത്തഡോക്സ് സഭകളുടെ തൊഴുത്തിൽ കൊണ്ട് കെട്ടാനുള്ള കൽതായ പണിയാണ് തന്നു. ഈ ഊള വിമതന്മാർക്ക് എന്തൊക്കെ കുറ്റം കണ്ടുപിടിച്ചാലും ഉറക്കം വരില്ല, മതിയാകുകയില്ല. വിമത കുഞ്ഞുങ്ങളെ, ഈ ലോകത്ത് കുരിശിൽ വെച്ചിട്ടുള്ളത് ഈശോ മിശിഹ മാത്രമല്ല. പിന്നെ ഈശോയുടെ കുരിശ് മരണം അനന്യമാകുന്നത് മറ്റൊന്നും കൊണ്ടല്ല. അദ്ദേഹത്തിന്റെ കഥ അവിടെ കൊണ്ട് കഴിയുന്നത് കൊണ്ടല്ല. അദ്ദേഹം മറ്റു ക്രൂശിതന്മാരിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് അവൻ ഉയർത്തെഴുന്നേറ്റു എന്നതിലാണ്. അതുകൊണ്ട് ഈ ക്രൂശിത രൂപമാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അവസാന വാക്കെന്നൊക്കെ മണ്ട നഴ്സറി ചിന്തയിൽ നിന്നും ഈശോയുടെ ഉത്ഥാന രഹസ്യങ്ങളെ കണ്ണു തുറക്കാൻ വല്ലത് മനസ്സിലായോ? ഈ എറണാകുളം വിമതമാർക്ക് എന്തെങ്കിലും കഴിയുമോ എന്നാണ് ചോദ്യം. അസൂയപ്പെടുകയാണ് മെൽബണിലെ ആ പുതിയ മനോഹരമായ ദേവാലയം കണ്ടിട്ട്. ഈശോ മിശിഹയുടെ തിരു ആലയമാണ്. അവിടുത്തെ വിശ്വാസികൾക്ക് കുർബാന കൂടേണ്ടതാണ്, അതും ഏകീകൃത കുർബാന. അതാണ് ഇവരുടെ ഇപ്പോഴത്തെ കടി. അത് മാത്രമല്ല, എറണാകുളം അതിരൂപതയിൽ സഭയ്ക്ക് അനവധി സ്വത്തുക്കളുണ്ട്. അതുപോലെ ഓസ്ട്രേലിയക്കുമുണ്ടോ ഇത്ര വലിയൊരു ദേവാലയം പണിയുള്ള സ്വത്ത്? ഇതാണ് ഈ ഊള വിമതന്മാരുടെ മനസ്സിൽ കൂടി ഓടിക്കളിക്കുന്ന ചിന്ത.